നമസ്കാരം. നിങ്ങൾ കൊലക്കേസിലെ പ്രതിയാണോ? നിങ്ങളുടെ പേരിൽ എത്ര ബലാത്സംഗ കേസുകളുണ്ട്? അടിപിടി കേസുകളിലെയോ അക്രമ കേസുകളിലെയോ പ്രതികളാണോ നിങ്ങൾ? മോഷണം, കുളിമുറിയിൽ ഒളിഞ്ഞുനോട്ടം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, തട്ടിപ്പ്, വെട്ടിപ്പ്, മയക്കുമരുന്ന് കേസ്, വ്യാജച്ചാരായം, ആരെയെങ്കിലും ഭീഷണിപ്പെടുത്തിയതിന് നിങ്ങളുടെ പേരിൽ കേസുണ്ടോ? തട്ടിക്കൊണ്ടുപോകൽ കേസ്, ബോംബ് നിർമ്മിക്കുന്നതിലോ സ്ഫോടനം നടത്തുന്നതിലോ വൈദഗ്ധ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക പദവിയും ആനുകൂല്യങ്ങളുമുണ്ട്. ഇതൊന്നുമില്ലാതെ മാന്യമായി പണിയെടുത്തു ജീവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ ഈ പരിസരത്ത് കണ്ടുപോകരുത്. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ കേസുകൾ നിങ്ങളുടെ പേരിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം CPM-ലേക്ക്. ക്രിമിനലുകളുടെ ഒരു സംഘമാണ് CPM എന്ന് ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴിത് പറയാൻ കാരണം കാപ്പ ഉൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിലും പോലീസ് ജീപ്പ് കത്തിച്ച കേസിലും പ്രതിയായ മുൻ BJP അനുഭാവിക്ക് CPM അംഗത്വം നൽകിയിരിക്കുകയാണ്. ഇതിൽ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണല്ലോ. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ലൈസൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ CPM-ൽ ചേർന്നതോടെ ലൈസൻസ് കിട്ടി, അത്രയുള്ളൂ. മലയാലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ വിവിധ കേസുകളിൽ പ്രതിയായ ശരൺ ചന്ദ്രൻ എന്ന ഗുണ്ടയെയാണ് CPM അംഗത്വം നൽകി ഇരുകൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്. ശരൺ ചന്ദ്രന്റെ ഓമനപ്പേര് ഇഡ്ഡലി. കാപ്പ ചുമത്തിയ ഇയാൾക്ക് ജാമ്യം അനുവദിച്ചു. പിന്നീട് വീണ്ടും ഒരു കേസിൽ അകത്തായി. റിമാൻഡിൽ കിടന്നിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇവനെ CPM മാലയിട്ട് സ്വീകരിച്ചത്. മാലയിട്ട് സ്വീകരിച്ചത് പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു. ഇവനൊക്കെ എന്തിനിങ്ങനെ പൊതുപ്രവർത്തകൻ, സഖാവ് എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്നു എന്നതാണ് അത്ഭുതം. ക്രിമിനൽ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചതിന് ജില്ലാ സെക്രട്ടറിക്ക് ന്യായീകരണവുമുണ്ട്. അത് പിന്നെ ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നതിന് യാതൊരു നാണക്കേടുമില്ലാത്തവന്മാരാണല്ലോ CPM-കാർ. ശരൺ ചന്ദ്രൻ പൊതുപ്രവർത്തനത്തിന്റെ പേരിലുണ്ടായ കേസിലാണ് പോലും ജയിലിൽ പോയത്. ഇതുപോലെ ഉടുപ്പില്ലാതെ ന്യായീകരിക്കാൻ മനുഷ്യജന്മത്തിൽ പിറന്ന ആർക്കെങ്കിലും കഴിയുമോ? ഇവനെയൊക്കെ പാർട്ടിയിലേക്ക് കെട്ടിയെഴുന്നള്ളിക്കുന്ന അടിയന്തര ചടങ്ങിൽ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു രസകരമായ കാര്യം. അത് പിന്നെ മന്ത്രിയുടെ ഭർത്താവിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ കുറെ പേരുടെ പിന്തുണ വേണം. ഇവരെ പോലെയുള്ള, അതായത് ഈ ഉദയഭാനുവിനെയും വീണ ജോർജിനെയും അവരുടെ ഭർത്താവ് ജോർജ് ജോസഫിനെയും പോലെയുള്ളവർ ഈ പ്രസ്ഥാനത്തെ എത്രമാത്രം വിറ്റു തിന്നുന്നു, എത്രത്തോളം മുതലാക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ നേർക്കാഴ്ചയാണ് ഇതുപോലെയുള്ള തെമ്മാടികളെ പാർട്ടിയിലേക്ക് ആനയിക്കുന്നത്. ഇപ്പോൾ SFI ക്രിമിനലുകളെ പോലും ന്യായീകരിക്കുകയാണ് AK ബാലനെയും NN കൃഷ്ണദാസിനെയും ഒക്കെ പോലെയുള്ള കമ്മി നേതാക്കൾ. അവരെ അങ്ങനെ സംബോധന ചെയ്യാൻ കഴിയൂ. സഖാവ് എന്ന് വിളിക്കാൻ നാവ് വഴങ്ങുന്നില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളും കേസുകളിൽ പെട്ടിട്ടുള്ളവരാണ്. അത് ജനകീയ സമരത്തിന്റെ ഭാഗമായോ മറ്റോ ആയിരിക്കും. എന്നാൽ CPM-കാർ അങ്ങനെയല്ല. ലോകത്ത് ഒരു മനുഷ്യൻ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ചെയ്യാമോ, എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാമോ അതെല്ലാം കാട്ടിക്കൂട്ടുന്നവരാണ് ഈ നാശം പിടിച്ച CPM-കാർ. വാടിക്കൽ രാമകൃഷ്ണൻ വധക്കേസിലെ ഒന്നാം പ്രതിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അരിയിൽ ഷുക്കൂർ വധക്കേസിൽ CBI ഗൂഢാലോചന കുറ്റം ചുമത്തിയവരാണ് P ജയരാജനും TV രാജേഷും. TP വധക്കേസിലെ 13ാം പ്രതിയാണ് CPM നേതാവ് PK കുഞ്ഞനന്ദൻ. നിയമസഭ തല്ലി തകർത്ത കേസിലെ പ്രതികളാണ് V ശിവൻകുട്ടിയും KT ജലീലും EP ജയരാജനും K അജിത്തും CK സദാശിവനും K കുഞ്ഞമ്മദും. 2 വധശ്രമം ഉൾപ്പെടെ 42ഓളം കേസുകളിലെ പ്രതിയാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. കേരള സർവകലാശാലയിലെ അധ്യാപിക T വിജയലക്ഷ്മിയെ തടഞ്ഞുവെച്ച് അസഭ്യം വിളിച്ച കേസിലെ പ്രതിയായി കോടതിയിൽ പോലും ഹാജരാകാതെ നടക്കുന്ന നേതാവാണ് മുൻ MP AA റഹീം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി MLA-യുമായ സച്ചിൻ ദേവും KSRTC ബസ്സോ തടഞ്ഞ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. ഫസൽ വധക്കേസിൽ പ്രതികളാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന കാരായി രാജനും തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന കാരായി ചന്ദ്രശേഖരനും. കവിയൂർ പീഡന കേസിൽ വിചാരണ നേരിട്ടയാളാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. തട്ടിക്കൊണ്ടുപോകലും അനധികൃത സ്വത്ത് സമ്പാദനവുമടക്കം നിരവധി കേസുകളിലെ പ്രതിയാണ് മുൻ കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ. പൊതുനിരത്തിൽ പോലീസ് വാഹനം തല്ലിത്തകർത്ത കേസിൽ പ്രതിയായി അകത്ത് കിടക്കുകയും പിന്നീട് കാപ്പ ചുമത്തി നാട് കടത്തപ്പെടുകയും ചെയ്തവനാണ് SFI നേതാവ് നിധിൻ പുല്ലൻ. സഹപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ പോലീസ് പിടികൂടിയ തിരുവനന്തപുരത്തെ DYFI നേതാവ് ജിനേഷിന്റെ മൊബൈൽ ഫോണിൽ പോലീസ് കണ്ടെത്തിയത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഉൾപ്പെടെ 30ഓളം സ്ത്രീകളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെയും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ. വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയതിന് അറസ്റ്റിലായത് SFI നേതാവ് നിഖിൽ തോമസ്. മഹാരാജാസ് കോളേജിലെ മലയാളം വിഭാഗത്തിൽ 2 വർഷം ഗസ്റ്റ് ലെക്ചറായിരുന്നു എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ അധ്യാപികയായി ജോലിക്ക് കയറാൻ ശ്രമിച്ച അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ട SFI നേതാവിന്റെ പേര് P വിദ്യ എന്ന വിദ്യാ വിജയൻ. അടുത്ത വീടുകളിലെ കുളിമുറിയുടെ പുറത്തൊളിച്ചിരുന്ന് കുളിസീൻ പകർത്തിയ കേസിൽ നാട്ടുകാർ പിടികൂടി കൈകാര്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റിലാവുകയും ചെയ്തത് CPM ഏരിയ കമ്മിറ്റി അംഗം സോണ.
വീട്ടമ്മയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും DNA പരിശോധനയിൽ കൃത്രിമം കാണിക്കുകയും ചെയ്ത കേസിലെ പ്രതി തിരുവല്ലയിലെ പ്രാദേശിക നേതാവ് CC സജിമോൻ. ഇവനെ ഇപ്പോൾ പാർട്ടിയിൽ തിരിച്ചെടുത്തു. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതിയായി ജയിലിൽ കിടന്നവനാണ് DYFI നേതാവ് വണ്ടിപ്പെരിയാറിലെ അർജുൻ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ TK രജീഷും അണ്ണൻ സിജിത്തും ട്രൗസർ മനോജും കിർമാണി മനോജും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള 10 പ്രതികൾക്ക് പരോൾ നൽകിയത് ഹൈക്കോടതി ഉത്തരവ് പോലും മറികടന്നാണ്. ഇതിൽ 4 പേരെ ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടാനും ശ്രമിച്ചു സംസ്ഥാന സർക്കാർ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങൾക്കെതിരെ പോലീസ് ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഈ CPM ഭീകരന്മാർക്ക് ജാമ്യവും കിട്ടി. ഇതാണ് CPM ചെയ്യുന്ന തെമ്മാടിത്തരങ്ങൾക്കെല്ലാം സുരക്ഷിതമായ ഒരു മറ. അതാണ് കേരളത്തിൽ ഇന്ന് പലർക്കും CPM. ഏത് കുറ്റകൃത്യങ്ങളോ ആയിക്കോട്ടെ, തട്ടിപ്പ്, വെട്ടിപ്പ്, കൊലപാതകം, പീഡനം, ശിശുപീഡനം, സ്ത്രീപീഡനം, മോഷണം, മയക്കുമരുന്ന് കേസ്, വ്യാജചാരായ കേസ്, അങ്ങനെ ഏത് കേസോ ആയിക്കോട്ടെ, അതിലെല്ലാത്തിലും ഈ CPMലെ ഏതെങ്കിലും ഒരു സഖാവിന്റെ കയ്യൊപ്പുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. കേരളത്തിന്റെ പോക്ക് പശ്ചിമ ബംഗാളിലേക്കാണ്. 33 കൊല്ലമാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരർ പശ്ചിമ ബംഗാളിലെ ജനങ്ങളെയും പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും അടിച്ചമർത്തി താണ്ഡവമാടിയത്. ഈ നശിച്ച പ്രസ്ഥാനം ഇനിയും ഈ നാട്ടിൽ വേണോ? ഇനിയും പ്രതികരിക്കാതെ ഭയന്നിരുന്നാൽ ഈ നാടിൻ്റെയും ജനങ്ങളുടെയും ഗതി എന്താകും? ഇത് കേൾക്കുന്ന നിങ്ങൾ തന്നെ ചിന്തിക്കുക.